ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അങ്ങനെ കുറേ മാസങ്ങളുടെ ഒരു ഗ്യാപ്പിന് ശേഷം നമ്മുടെ ചാനലിൽ നമ്മൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് പുതിയൊരു വീഡിയോ ഒന്നും അല്ല കേട്ടോ. നമ്മളിപ്പോൾ ഒരു 6-7 മന്ത്സ് മുമ്പ് നമ്മുടെ കോഴ്സിൻ്റെ ഭാഗമായിട്ട് നടത്തിയൊരു ഫീൽഡ് ട്രിപ്പിൻ്റെ ഒരു വീഡിയോ. അപ്പോൾ അന്ന് എടുത്തു വെച്ച വീഡിയോ ആണ്. പക്ഷെ ഇപ്പോഴാണ് നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ടുള്ളൊരു സമയവും ഒക്കെ കിട്ടിയത്. അപ്പോൾ കോഴ്സിൻ്റെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളും കൊണ്ടൊക്കെ തന്നെയാണ് ഡിലേ വന്നത്. അപ്പം നമ്മളിതാ ഒരു ഫീൽഡ് ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ വെളുപ്പിനൊരു 6:30 ആയപ്പം നമ്മുടെ ഒരു ഫ്രണ്ട് വന്ന് പിക്ക് ചെയ്തു. അങ്ങനെ നമ്മൾ കോളേജിൽ, അതായത് നമ്മുടെ മറൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എല്ലാവരും കൂടെ ജോയിൻ ചെയ്ത് അവിടുന്ന് ഈ കാണുന്ന ബസ്സിനാണ് നമ്മുടെ ആ ഒരു സൈറ്റിലേക്ക് നമ്മൾ ട്രാവൽ ചെയ്തത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടുന്ന് പോകുന്ന പൊതുവേ എല്ലാ ട്രിപ്പുകളും, ഞങ്ങൾ പോയ 2 ട്രിപ്പും ഇതുപോലെ ഒരു സ്കൂൾ ബസ്സിൽ തന്നെയാണ് പോയത്. അപ്പം ഈ ബസ്സിനാണ് നമ്മൾ സൈറ്റിലേക്ക് പോയത്. അപ്പോൾ ഇന്ന് നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇവിടെ ഞങ്ങളുടെ പ്രോഗ്രാം അക്വാകൾച്ചർ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ അക്വാകൾച്ചറിൽ ശരിക്കും 3 മൾട്ടിനാഷണൽ കമ്പനീസാണ് മെയിനായിട്ടും കാനഡയിലുള്ളത്. അപ്പോൾ അതിൽ ഗ്രീഗ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ മറൈൻ സൈറ്റ് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് ഈ ട്രിപ്പ് പോകുന്നത്. അപ്പോൾ ശരിക്കും ലാൻഡ് ബേസ്ഡും മറൈനും 2 ടൈപ്പ് ഓഫ് ഫാമിംഗ് ആണ് അക്വാകൾച്ചറിൽ വരുന്നത്. അതായത് ഇവിടെ ഇപ്പം ഈ നോർത്ത് അമേരിക്ക ഈ ഒരു ഏരിയയിലൊക്കെ നമ്മൾ മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നത് സാൽമൺ, റെയിൻബോ ട്രോട്ട് അങ്ങനെയുള്ള സ്പീഷീസിനൊക്കെയാണ് കൾച്ചർ ചെയ്യുന്നത്. അപ്പം ഇന്നിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് അറ്റ്ലാന്റിക് സാൽമണിൻ്റെ ഒരു കൾച്ചർ ചെയ്യുന്ന ലൊക്കേഷനിലേക്കാണ്. അപ്പം ലാൻഡ് ബേസ്ഡിൽ ഒരു പർട്ടിക്കുലർ സ്റ്റേജ് വരെ ഇതിനെ കൾച്ചർ ചെയ്തിട്ട് സ്മോൾട്ട് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ആകുമ്പോഴേക്കും ഇതിനെ സീ സൈറ്റിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ട് പിന്നീട് ഗ്രോത്ത് കംപ്ലീറ്റ് ആവുന്നത് വരെ അവിടെയാണ് അതിനെ വളർത്തുന്നത്. അപ്പം ആ ഒരു സൈറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അപ്പോൾ പ്ലാസൻഷ്യ ബേ എന്നാണ് ആ ഒരു ബേ അല്ലെങ്കിൽ ആ ഒരു സൈറ്റിൻ്റെ പേര്. അപ്പം നമ്മളിതാ ബസ്സിന് ഒരു 3 മണിക്കൂറോളം ട്രാവൽ ചെയ്തിട്ട് ഈ ഒരു സ്പോട്ടിൽ വന്ന് എല്ലാവരും നമ്മുടെ സേഫ്റ്റി ഗിയറും കാര്യങ്ങളും എല്ലാം വെയർ ചെയ്തിട്ടാണ് ബോട്ടിലേക്ക് ഇറങ്ങുന്നത്. എന്നിട്ട് ആ ബോട്ടിലാണ് നമ്മൾ കറക്റ്റ് ആ ഒരു സ്പോട്ടിലേക്ക്, ആ ഒരു കൾച്ചർ ചെയ്യുന്ന ലൊക്കേഷനിലേക്ക് എത്തുന്നത്. അപ്പോൾ എനിക്ക് എല്ലാ പോർഷൻസും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. പല ഭാഗങ്ങളും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ആയിട്ടൊന്ന് കവർ ചെയ്തതാണ്. കാരണം നമ്മൾ ഈ മൊബൈൽ അല്ലെങ്കിൽ ഈ ക്യാമറ എല്ലാം ഹാൻഡിൽ ചെയ്തിട്ട് നമ്മൾ ഈ ബോട്ടിലേക്ക് ഇറങ്ങുന്നതൊക്കെ കുറച്ച് കുത്തനെയുള്ള സ്റ്റെപ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതെല്ലാം ഹാൻഡിൽ ചെയ്തിട്ട് നമുക്ക് ചെയ്യാനായിട്ട് കുറച്ച് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പം ഈ വീഡിയോ തന്നെ ഞാൻ എടുത്തിട്ടുള്ളതിൽ കുറച്ച് മിസ്റ്റേക്കും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. കറക്റ്റായിട്ട് ഫോക്കസ് ആയിട്ടില്ല, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കുക. ഇതാണ് നമ്മൾ ട്രാവൽ ചെയ്ത ഒരു ബോട്ടിൻ്റെ ഒരു കിച്ചൺ ഏരിയയും ഉൾവശമൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കുന്നതാണ്. കണ്ടോ? അപ്പം നമ്മൾ പോയ ഒരു ഗ്രൂപ്പിൽ, ആ ഗ്രൂപ്പ് 2 ഗ്രൂപ്പായിട്ട് 2 ബോട്ടിലാണ് നമ്മൾ ട്രാവൽ ചെയ്തത്. ഇത് ഞങ്ങളുടെ പ്രൊഫസറാണ്. അപ്പം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമുക്കിതുപോലെ കരയൊക്കെ കാണാം. പിന്നെ ശരിക്കും നടുക്കടലിലേക്കാണ്. അപ്പോൾ ചുറ്റും വെള്ളം മാത്രമാണ് പിന്നെ കാണുന്നത് അങ്ങോട്ടേക്ക് പോകുന്തോറും. അപ്പം കഴിയുന്നതും ആ ഒരു മനുഷ്യന്മാർ, അത് ഒരു ഹ്യൂമൻ ഇൻ്റർവെൻഷൻ കുറച്ചുകൊണ്ടുള്ള പൊല്യൂഷനും കാര്യങ്ങളെല്ലാം കുറച്ചിട്ടുള്ള സ്ഥലത്തായിരിക്കും നമ്മൾ, നല്ല വെള്ളം എല്ലാം കിട്ടുന്ന സ്ഥലത്തായിരിക്കും ഇതിനെ കൾച്ചർ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഉള്ളിലേക്കാണ് നമ്മൾ പോകുന്നത്. കണ്ടോ? അപ്പോൾ ആ പോകുന്ന സമയത്ത് കുറേയേറെ സമയം നമ്മൾ ഈ ബോട്ടിൽ തന്നെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ ആ ഒരു സമയത്ത് കവർ ചെയ്ത വീഡിയോസൊക്കെയാണ് ഈ കാണുന്നത്. കണ്ടോ? അപ്പോൾ അക്വാകൾച്ചറിൻ്റെ പ്രീവിയസ് എക്സ്പീരിയൻസ് ഉള്ളവർക്കൊക്കെ ഇതൊരു പുതുമയായിരിക്കില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച്, ഞങ്ങളെപ്പോലെയുള്ള കുറച്ച് പേർക്ക് ഇത് ഭയങ്കര വേറിട്ടൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. കണ്ടോ? അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്ന ആ ഒരു സൈറ്റ് എന്ന് പറയുന്നത് ശരിക്കും സാൽമൺ നമ്മൾ ഫൈനൽ ആ ഒരു ഗ്രോത്ത് സ്റ്റേജ് വരെ കൾച്ചർ ചെയ്തിട്ട് അവിടെ നിന്ന് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ആ ഒരു സൈറ്റിനെ നമ്മൾ നെറ്റ് പെൻ എന്നാണ് പറയുക. ഒരു നെറ്റെല്ലാം കെട്ടിയിട്ട് അങ്ങനെ ഒരുപാട് ആ ഒരു സർക്കിൾ ഷേപ്പിലുള്ള ഒരു പോളാർ സർക്കിൾ എന്നാണ് നമ്മൾ ആ കേജിന് പറയുക. അപ്പോൾ അങ്ങനെ ആ കേജ് സെറ്റ് ചെയ്തിട്ടുള്ള സൈറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. കേജിൻ്റെ അടുത്ത് തന്നെ നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റും, ബാർജ് എന്ന് പറയും. അതായത് ഇതിൻ്റെ ഈ സൈറ്റിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ താമസിക്കുന്ന ഫീഡിങ്ങും കാര്യങ്ങളും എല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാനും മോണിറ്റർ ചെയ്യാനുള്ള ഉള്ള സെറ്റപ്പും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു സ്ഥലം, അക്കോമഡേഷൻ എല്ലാം കൊടുക്കുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ബാർജ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ബാർജും ഈ നെറ്റ് പെന്നിൻ്റെ അടുത്ത് തന്നെ എപ്പോഴും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ഇത് വലിയ വലിയ കമ്പനീസിലൊക്കെ ഈ ബാർജിൽ തന്നെ
ആൾക്കാർക്ക് അക്കോമഡേഷൻ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പം ഗ്രീക്കിന് അതുപോലെ ഒരു ബാർജ് ഉണ്ട്. അപ്പം നമുക്ക് ഈ വീഡിയോയിൽ അത് കാണുമ്പോൾ ഞാനത് പറയാം. അല്ല, ചില കമ്പനീസിലൊക്കെ ഡെയിലി ഇതുപോലെ വർക്കേഴ്സ്, അതായത് മറൈൻ സൈറ്റിലുള്ള വർക്കേഴ്സ് ആണെങ്കിൽ ഡെയിലി ഇതുപോലെ ബോട്ടിൽ ട്രാവൽ ചെയ്തിട്ട് ഷിഫ്റ്റ് കഴിയുമ്പോഴും അതിൻ്റെ സ്റ്റാർട്ടിലും ഇതുപോലെയാണ് അവർ ട്രാവൽ ചെയ്ത് വരേണ്ടത്. ഈ കാണുന്നതാണ് ഈ നെറ്റ് പെൻ എന്ന് പറയുന്നത്. കണ്ടോ, സർക്കിൾ സർക്കിൾ ആയിട്ട് കാണുന്നത്. ഇതിലൊക്കെ ഇതുപോലെ സാൽമണ നമ്മൾ കൾച്ചർ ചെയ്യുന്നതാണ്. കണ്ടോ, ഇതാണ് അതിൻ്റെ കുറച്ചും കൂടി ക്ലോസ് ആയിട്ടുള്ളൊരു വ്യൂ എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ ഈ സൈഡിൽ കൂടെ നമുക്ക് വാക്ക് വേ ഉണ്ട്, നടക്കാൻ പറ്റും. അപ്പം നമ്മൾ മാനുവലായിട്ട് ഫീഡ് ചെയ്യുന്നത് അതിൽ നടന്നിട്ടാണ് വർക്കേഴ്സ് ഫീഡ് ചെയ്യുന്നത്. ഇനി ആ കാണുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബാർജ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് നിന്നുകൊണ്ടും നമുക്ക് ഫീഡിങ്ങും കാര്യങ്ങളൊക്കെ ഓട്ടോമേറ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സംവിധാനം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒത്തിരി ടെക്നോളജി, അതായത് നമുക്ക് ഈ ഒരു കോഴ്സിൽ അക്വാകൾച്ചർ എഞ്ചിനീയറിംഗ് ടെക്നോളജി എന്ന് പറഞ്ഞിട്ട് ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ഒത്തിരി മോഡേൺ ടെക്നിക്സും എല്ലാം യൂസ് ചെയ്തിട്ടാണ് സാൽമൺ ഫാമിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇതാണ് നമ്മുടെ, അതായത് ഇവരുടെ വരുമാനത്തിൻ്റെ ഒരു മെജോറിറ്റി, അതായത് ഈ അറ്റ്ലാന്റിക് പ്രൊവിൻസിലൊക്കെ പ്രത്യേകിച്ചും ഭയങ്കര ഒരു ഡിമാൻഡുള്ള ഒരു കാര്യമാണിത്. അപ്പം അവരുടെ ടെക്നോളജിയും അതുപോലെ തന്നെ ഒത്തിരി നമുക്ക് ഭയങ്കര അതിശയം തോന്നുന്ന രീതിയിലുള്ള ടെക്നോളജി കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇവർ അക്വാകൾച്ചർ ആ ഒരു ഫാമിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പ്രൈവസി ഇഷ്യൂസ് ഉള്ളത് കൊണ്ടും പല കാരണങ്ങൾ കൊണ്ടും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നാലും മെയിൻ പോർഷൻസ് ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് കവർ ചെയ്ത് കാണിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ട്രിപ്പ് എൻഡ് ചെയ്യുന്ന ഒരു പോർഷനാണിത്. അപ്പം ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീണ്ടും പഴയതുപോലെ നമ്മൾ ചാനലിൽ വീഡിയോസൊക്കെ ആയിട്ട് വരാനായിട്ട് ട്രൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.